ഒരു റിലേഷൻഷിപ്പ് ടോക്സിക് ആണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ അതിൽ തന്നെ തുടരുന്നത്? അതിലൊരുപാട് റീസൺസ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു റിലേഷൻഷിപ്പ് നമുക്ക് പെയിൻ മാത്രമാണ് തരുന്നതെങ്കിൽ തീർച്ചയായും അതൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ്. അതിൽ വേറെയും ഒരുപാട് റെഡ് ഫ്ലാഗ്സ് ഉണ്ട്. പലപ്പോഴും സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നതെങ്കിലും ഇതൊരു പരിധിയിൽ കൂടുതലായാൽ നമ്മളെ മെൻ്റൽ ഹെൽത്തിനെയും ഈ റിലേഷൻഷിപ്പിനെയും ഒരുപാട് ബാധിക്കാറുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാതെ ഇതിൽ തന്നെ തുടരുന്നത് എന്തുകൊണ്ടാണ്? പലപ്പോഴും ഒറ്റപ്പെടൽ നമുക്ക് ഒരുപാട് ആൻസൈറ്റി ഉണ്ടാക്കാറുണ്ട്. ഇത് നമ്മളൊരു ഡിപ്രഷനിലോട്ട് തന്നെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ റിലേഷൻഷിപ്പിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു റീസണായി മാറുന്നു. മറ്റൊരു പോയിന്റാണ് ലോ സെൽഫ് എസ്റ്റീം. അതായത് നമുക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻറ്റ് ഇല്ലാത്ത അവസ്ഥ. നമുക്ക് തന്നെ തോന്നുകയാണ് നമ്മൾ നല്ല റിലേഷനൊന്നും ഡിസേർവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നന്നായി ട്രീറ്റ് ചെയ്യപ്പെടാൻ ഞാൻ അർഹിക്കുന്നില്ല, എനിക്ക് ഇതൊക്കെ വിധിച്ചിട്ടുള്ളൂ, ഇതെൻ്റെ വിധിയാണ്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയിത്തീരാൻ ഞാനും ഒരു റീസൺ ആണ്, എൻ്റെ പ്രവൃത്തികളൊന്നും ശരിയല്ല, എൻ്റെ ചിന്തകളൊന്നും ശരിയില്ല,